എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഇഞ്ചി മിഠായിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഞ്ചി മിഠായി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇതുണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇഞ്ചിയെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഇഞ്ചി മിഠായിൽ ചെറിയ നാരുകളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തെടുക്കുന്നതിന് പകരം ഗ്രേറ്റ് ചെയ്തെടുത്താലും മതിയാവും. ഇനി ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഒരു 1/4 കപ്പാണ് നമുക്ക് അരച്ച് കിട്ടിയിട്ടുള്ളത്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാരയെല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. ഇത് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി ഇതിൽ കിടന്നിട്ടൊന്ന് കുക്കായിട്ട് കിട്ടണം. നമ്മൾ തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാനായിട്ട് മറക്കരുത്. കുറച്ച് നേരം ഇളക്കി കഴിയുമ്പോൾ ഇതൊന്ന് കുറുകി വരാനായിട്ട് തുടങ്ങും. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ഇതിലേക്ക് ചേർക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിടാതെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. തീയൊരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമുക്കിത് വേണമെങ്കിൽ മൈദ ചേർക്കാതെ വേണമെങ്കിലും തയ്യാറാക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ പഞ്ചസാര മെൽറ്റാക്കിയിട്ട് ചെറിയൊരു ഗോൾഡൻ നിറം വരണം. അതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് ഈ ഒരു പാകത്തിലാവുമ്പോൾ നമുക്ക് ഓയിൽ തടവിച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സാധാരണ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ഓയിൽ തടവിട്ട് അതിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇത് ചെറുതായിട്ടൊന്ന് സെറ്റായതിന് ശേഷം കത്തി കൊണ്ട് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് ഉറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ചെറുതായിട്ട് ഉറച്ചു എന്ന് തോന്നിയാൽ ഉടനെ തന്നെ കത്തി കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ചൂടാറാനായിട്ട് വയ്ക്കാം. ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.